മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയില് ധന്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. ക്രൈസിസ് മാനേജ്മെന്റ്, ജീവിതത്തിലെ സംഘർഷപൂരിതമായ അവസ്ഥകൾ, വേദനയും തടസ്സങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തോ അത് നമ്മൾ പൂർണ്ണമായിട്ടും ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഭക്തിയോടുകൂടി, സമർപ്പണ ഭാവത്തോടുകൂടി, ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യാനുള്ളത് ഭക്തിയോടുകൂടി, ആത്മസമർപ്പണത്തോടുകൂടി, അതുപോലെ തന്നെ സമർപ്പണ ഭാവത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ബാക്കിയുള്ളത് ഒരു പ്രകൃതി ചൈതന്യത്തിന് അത് നിയന്ത്രിക്കുക, അത് മുമ്പോട്ട് കൊണ്ടുപോവുക, അതിനെ നിലനിർത്തുക, ഈ ഒരു ഉത്തരവാദിത്വവും കൂടി പ്രകൃതി ചൈതന്യത്തിനുണ്ട്. വളരെ സിംപ്ലസ്റ്റ് ചീപ്പായിട്ടുള്ള എക്സാമ്പിളാണ് പറയുന്നതെങ്കിൽ, ഒരാൾ കടലിൽ വീണു, ഏതാനും മിനിറ്റുകൾക്കകം അയാൾ അൺകോൺഷ്യസ് ആകും. തെങ്ങിൽ നിന്ന് വീഴുകയോ വേദനാജനകമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അയാൾ അൺകോൺഷ്യസ് ആയില്ല എങ്കിൽ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന വേദന വളരെയധികം അഗാധമായിരിക്കും. മരണമെന്നുള്ളതുണ്ട്, അത് വേദനിപ്പിക്കാതെ അപ്പുറത്തേക്ക് കടത്തിവിടുക. പ്രകൃതിക്ക് പ്രകൃതിയുടേതായിട്ടുള്ളൊരു താളമുണ്ട്. ഒരു മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അപ്പുറത്തുള്ള സ്ലീപ്പിംഗ് ബഡ്സ് എന്ന് പറയുന്ന മുകുളങ്ങൾ അപ്പോൾ എഴുന്നേറ്റ് അത് വളരാൻ തുടങ്ങും. നമ്മളുടെ ശരീരത്തിൽ തന്നെ രോഗാണുക്കൾ കയറുമ്പോൾ അപ്പോൾ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. രോഗപ്രതിരോധ ശക്തി മിനിറ്റുകൾ കൊണ്ട് വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളമില്ല എങ്കിൽ ദാഹം എന്ന പ്രതിഭാസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. പ്രകൃതി ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമില്ല എങ്കിൽ വിശപ്പ് എന്ന പ്രതിഭാസം ശരീരത്തിൽ ഉണ്ടാക്കും. അതുപോലെ ഒരു കുടുംബത്തിനകത്താണെങ്കിലും വളരെ സങ്കീർണമായ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഉപദേശിച്ച് അതിനൊന്ന് നോർമലാക്കാൻ ശ്രമിക്കും. ഒരു സമൂഹത്തിലും ഒരു രാഷ്ട്രത്തിലുമെല്ലാം ഇത് സ്വാഭാവികമാണ്. ഒരു പ്രശ്നമുണ്ടാകുന്നു, അത് വളരെ സങ്കീർണമാകുന്നു, കുറച്ചു കഴിഞ്ഞാൽ അത് തന്നെത്താനെ കെട്ടടങ്ങുന്നു. ഇത് മനസ്സിലും ശരീരത്തിലും കുടുംബത്തിലും സംസ്കാരത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും സാധാരണമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ അറിയാനുള്ള ഭഗവത്ഗീതയിലെ ശ്ലോകം നേരത്തെ വിവരിച്ചതുമാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഹേ ഭാരത. അർജുനനോടായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൃഷ്ണൻ 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അർജുന, ധർമ്മത്തിന് എപ്പോഴാണോ ഗ്ലാനി സംഭവിക്കുന്നത്, ധർമ്മം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തെ പോസിറ്റീവായിട്ട് നിലനിർത്തുന്ന ആ പ്രക്രിയ, ധാരയതീതി ധർമ്മ ധാരണാത് ധർമ്മ, ഏതൊന്നാണോ സിസ്റ്റത്തെ, വ്യക്തിയുടെ മനസ്സായാലും ശരീരമായാലും കുടുംബമായാലും സിസ്റ്റത്തെ ഏതൊന്നാണോ സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് നിലനിർത്തുന്നത്, ആ നിലനിർത്തുന്ന പ്രതിഭാസത്തിന് എപ്പോഴാണോ ഗ്ലാനി സംഭവിക്കുന്നത്, ഡീഗ്രഡേഷൻ, ഡീകേ അല്ലെങ്കിൽ ഡെനിഗ്രേഷൻ സംഭവിക്കുന്നത്, അപ്പോഴെല്ലാം യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഹേ ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ. അധർമ്മം, അനീതി, അന്യായം ഇതെപ്പോഴാണോ ഉയരുന്നത്, വളരുന്നത്, ധർമ്മം താഴുന്നു, അധർമ്മം വളരുന്നു. പരിത്രാണായ സാധൂനാം, നന്മ നിറഞ്ഞ വ്യക്തികളെ പ്രൊട്ടക്ട് ചെയ്യാനും
നന്മ നിറഞ്ഞ വ്യക്തികളെ, കുടുംബത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ, സംസ്കാരത്തെ നിലനിർത്താനും പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, തെറ്റും തിന്മയും തീവ്രവാദവും നശീകരണവും ചെയ്യുന്നവരെ വിനാശത്തിലേക്ക് കൊണ്ടുപോകാനും നശിപ്പിക്കാനും, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ, സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സംഭവാമി യുഗേ യുഗേ, അതാത് കാലത്തിൽ നടക്കേണ്ടത് നടക്കും, അതാത് കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടത് സംഭവിക്കും. അപ്പോ വ്യക്തികള് അവരുടേതായിട്ടുള്ള ദൗത്യം ധർമ്മം അനുഷ്ഠിക്കുക, ബാക്കിയുള്ളത് പ്രകൃതി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മെയിൻ്റനൻസ് ചെയ്യും. പക്ഷെ ഓർമ്മിക്കുക, പ്രകൃതി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രകൃതി തെരഞ്ഞെടുത്ത വ്യക്തികളിലൂടെയാണ്. പ്രകൃതി ഇത് ചെയ്യിക്കുന്നത്. പ്രകൃതിക്ക് കയ്യും കാലും അതുപോലെയുള്ള അവയവങ്ങളില്ലാത്തത് കൊണ്ട് പ്രകൃതി വന്നൊരു ഡോക്ടർ സർജറി നടത്തുന്ന മാതിരി നടത്തില്ല. ആ പ്രകൃതിക്ക് പ്രകൃതിയുടേതായിട്ടുള്ള രീതി ഉണ്ടാവും. ഒരുപക്ഷെ ഭാരതം എന്ന രാഷ്ട്രം കൂപ്പുകുത്തി നെഗറ്റീവിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഇവിടെ വന്നത്. റഷ്യ കമ്മ്യൂണിസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഒരു ഗോർബച്ചേവ് വന്നു. സദ്ദാം ഹുസൈൻ തിന്മയുടെ പരമകാഷ്ഠയിലെത്തിയപ്പോൾ അമേരിക്കക്കാരാണ് സദ്ദാം ഹുസൈനെ ഇല്ലാതെയാക്കിയത്. ഒസാമ ബിൻ ലാദന്റെ തീവ്രവാദം കൊടുമുടിയിലെത്തിയപ്പോൾ പ്രകൃതി ചിലരെ കൊണ്ട് ഒസാമയെ ഇല്ലാതെയാക്കിച്ചു. വീരപ്പനായാലും ഫൂലൻ ദേവി ആയാലും തീവ്രവാദികളായാലും ശരി, അവരെ ഇല്ലാതെയാക്കുന്ന ദൗത്യം പ്രകൃതി ധർമ്മ സംസ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മള് അതിലൊരു ഉപകരണമാവുക, അതാണ് നമ്മുടെ ദൗത്യം. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്ന ദൗത്യത്തില് അത് പ്രകൃതി ചെയ്തുകൊള്ളും, ഞാൻ മാറി നിൽക്കുകയാണ് എന്നുള്ള വികാരം ആരിലെങ്കിലും ഉണ്ടാവുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. അതുണ്ടാകാതെ ഞാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതില് എന്റേതായിട്ടുള്ള റോള് ഞാൻ അഭിനയിക്കുന്നു, പ്രവർത്തിക്കുന്നു, കർമ്മനിരതനാകുന്നു. നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ടതായിട്ടുള്ള കാര്യമായിട്ടാണ്. യഥാർത്ഥത്തില് ഓരോ വ്യക്തിക്കും ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് ചിലപ്പോ പേന ചലിപ്പിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ചർച്ചകളിലൂടെ വാക്കുകൾ പ്രയോഗിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ സംഘടനാ രീതിയിലായിരിക്കാം. ഇന്ന് 21ാം നൂറ്റാണ്ടില് 2017 ഞാനൊരു 2-3 പ്രാവശ്യം പറഞ്ഞ വരി ആവർത്തിക്കുന്നു. മഹാവിഷ്ണുവിന് 10 അവതാരത്തോടുകൂടി തീർന്നു എന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വരിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വിചാരിക്കേണ്ട. 11ാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ. ഇന്ന് സമൂഹം ഭയപ്പെടുന്നു സോഷ്യൽ മീഡിയയെ. വളരെ സീരിയസ് ആയിട്ട് നന്മകളെ നിലനിർത്താൻ TV ചാനലുകളിൽ ഭൂരിഭാഗവും പരിശ്രമിക്കുന്നു. TV ചാനലുകളിൽ ഭൂരിഭാഗവും നന്മയെ നിലനിർത്താൻ പരിശ്രമിക്കുന്നു. മറുകണ്ഠത്തിൽ ഇരുന്നവർ ഒത്തിരി പേര് ഈ രാഷ്ട്രത്തിനു വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. പത്രമാധ്യമങ്ങള് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയും വാദിച്ചുകൊണ്ടിരുന്നവര് ന്യൂട്രലായിട്ട് ഏതിലെയും നന്മകൾ പ്രകാശിപ്പിക്കാനും തിന്മകള് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. ബുദ്ധിജീവികൾ പണ്ടത്തെ പോലെ ആക്രോശിക്കുന്നില്ല. അവരുടെ അവാർഡ് വാപസി ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ബുദ്ധിജീവിയാണെന്ന് പറയാൻ തന്നെ ഇപ്പൊ പേടിയും നാണക്കേടുമാണ്. അതുപോലെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയരുമ്പോൾ സമൂഹം പ്രതികരിക്കുന്നു, പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുന്നു, നേതാക്കന്മാർ ഇവിടെയും അവിടെയുമുള്ളവർ പ്രതികരിക്കുന്നു. ഇതിന് ഒരു കാരണമേ ഉള്ളൂ.
നടക്കേണ്ടത് അതേപോലെയൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം നടക്കേണ്ടത് നടത്തേണ്ടത് പോലെ തന്നെ പ്രകൃതി നടത്തും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരാളായി തീരണമെന്ന ആ ധന്യമായിട്ടുള്ള പ്രകൃതിയുടെ നിയതി, ഡെസ്റ്റിനി, അത് പ്രയോഗത്തിൽ വരുന്ന ഒരു കാഴ്ച എല്ലാത്തിലും നോക്കിക്കൊള്ളാം. ഏത് കർമ്മത്തിലും അത് നമുക്ക് കാണാൻ സാധിക്കും, നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ. ഒരുപക്ഷെ ഭാരതത്തിന് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഉണ്ടാകുന്ന പല തരത്തിലുള്ള നെഗറ്റീവുകളെ ഒന്ന് പോസിറ്റീവാക്കി മാറ്റണമെങ്കിൽ ഹില്ലാരി ക്ലിന്റൺ വന്നിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ല. ഒരുപക്ഷെ അമേരിക്കയിലെ ട്രംപ് വന്നതും ഈ അടുത്ത കാലത്ത് ജർമ്മനി, ഫ്രാൻസ്, റഷ്യ, സ്പെയിനിലൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി സംസാരിച്ചതും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സ്വാധീനം മണിക്കൂറുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് പോലും അല്ല, മണിക്കൂറുകൾ കൊണ്ട് ആ രാജ്യത്തിൽ ഉണ്ടാക്കിയിട്ട് ഇന്നോ നാളെയോ തിരിച്ചു വരാനും എല്ലാം ഉണ്ടായ ആ സംഭവത്തിന്റെ പുറകിലുള്ള പ്രകൃതി ചൈതന്യം ശരിക്ക് മറ്റാർക്കും പറ്റാത്തത് സംഭവിക്കുന്നു. ഞാൻ ഈ വിവരിക്കുന്നത് ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും വിരോധമില്ല. പക്ഷെ ഇന്ന് ഭാരതത്തിന്റെ അടുത്ത് വരാനും ഭാരതത്തിന്റെ ഭരണാധികാരികളുമായിട്ട് കൈകോർത്ത് പിടിക്കാനും ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിങ്ങളെയും കാണാനും നമ്മളെയും കാണാനും ലോക ജനത മുമ്പോട്ട് വരികയും മണിക്കൂറുകൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും ഭാരതത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാനും ഭാരതത്തെ തല ഉയർത്തി നിന്ന് ഞങ്ങളും വികസനത്തിന്റെ പാതയിലാണെന്നും ലോകത്തിലെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഞങ്ങൾക്ക് അന്യമല്ല എന്നും 10, 12, 13 കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജ് ഉണ്ടാക്കാനും മിനിറ്റുകൾ കൊണ്ട് മെട്രോ തീർക്കാനും ഇവിടെ തന്നെ കൂടംകുളം പോലെയുള്ള ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കാനും ഇവിടെ തന്നെ മുങ്ങിക്കപ്പലുകൾ ഉണ്ടാക്കാനും ഇവിടെ തന്നെ യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കാനും ഇവിടെ തന്നെ ഭാരതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഉണ്ടാക്കാനും ഒരു അസാധാരണമായിട്ടുള്ള മാറ്റം കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടുണ്ടായത് ഒരുപക്ഷെ ഭഗവത്ഗീതയിലെ ഈ വരി തന്നെ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതാഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഒരു വലിയ ധന്യമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തില് ഓരോ വ്യക്തിയും ഈച്ച് ഹിന്ദു വൺ മിഷൻ, ഈച്ച് ഇന്ത്യൻ വൺ മിഷൻ. ഞാൻ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു മതത്തിനെ അല്ല, ഈ നാടിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഈ നാടിന്റെ പ്രിയപുത്രനാണെന്ന് ധരിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തിക്കും ഹിന്ദു എന്നാണ് പേര്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ രാഷ്ട്രത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ആസിന്ധോ സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമികാഹ മാതൃഭൂ പിതൃഭൂശ്ചൈവ സ വൈ ഹിന്ദുരിതി സ്മൃത. സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഈ രാഷ്ട്രത്തെ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത്, ഫാദർലാൻഡ് ആൻഡ് മദർലാൻഡ് ആയിട്ട്, മാതൃഭൂ പിതൃഭൂ പുണ്യഭൂ യജ്ഞഭൂ കർമ്മഭൂശ്ചൈവ, മാതൃഭൂമിയും പിതൃഭൂമിയും കർമ്മഭൂമിയും യജ്ഞഭൂമിയും ജ്ഞാനഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത്, സ വൈ ഹിന്ദുരിതി സ്മൃത, അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ആ ഹിന്ദു എന്ന വാക്ക് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈച്ച് ഹിന്ദു ഈച്ച് ഇന്ത്യൻ വൺ മിഷൻ. നമ്മൾ ഓരോരുത്തരും ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള മഹായജ്ഞത്തില് ധാരാളം പേര് പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് നടന്ന യൂട്യൂബിലെ ഇന്റർവ്യൂകളും നല്ല നല്ല കൊട്ടേഷനും തീവ്രവാദികൾ പ്രസംഗിച്ചതും അതുപോലെ നന്മ നിറഞ്ഞവർ പ്രസംഗിച്ചതും എല്ലാം ഇപ്പൊ യുവാക്കൾ തിരിച്ച് യൂട്യൂബിലിട്ട് അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ തമാശില് വളരെ തമാശില് പറയാറുണ്ട്, നമ്മളിവിടെ നിന്ന് MC റോഡ് വഴിക്ക് കോട്ടയത്തേക്ക് പോകുമ്പോൾ കുഴിമന്തി എന്നൊരു സ്ഥലമുണ്ട്. കുഴിമന്തിന്ന് സ്ഥലമുണ്ടെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ബോർഡിൽ കണ്ടതാണ്. അതുപോലെ തന്നെ കുഴിമന്തി എന്ന് പറയുന്ന ഒരു ബിരിയാണിയെ കുറിച്ചിട്ട് ഈ ചില ഹോട്ടലുകളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് ഒരല്പം മാറ്റൽ വരുത്താണ്.
കുഴി മാന്തിയിട്ട് പഴയ നന്മകളൊക്കെ അങ്ങോട്ട് പ്രചരിപ്പിക്കുക. പഴയ തിന്മകൾ ചെയ്തവരെന്തൊക്കെയാ ചെയ്തതെന്ന് ലോകത്തെ അറിയിക്കുക. കുഴി മാന്തി എടുത്ത് ഈ തീവ്രവാദം പ്രസംഗിച്ചവരുടെ തീവ്രവാദം എന്തെല്ലാമാണെന്നുള്ളത് പച്ചയ്ക്ക് ലോകത്തിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ഹിന്ദു യുവതികളുടെയും യുവാക്കളുടെയും മുമ്പിൽ അവതരിപ്പിക്കുക. ഹിന്ദുക്കൾ അറിയട്ടെ ഇവിടെ നടക്കുന്നത് എന്തെല്ലാമാണ്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും അറിയട്ടെ ഈ നാടിനെതിരെ ഇവരിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്തത് എന്നുള്ളത്. മനുഷ്യമന്റെ ഓർമ്മ കുറച്ചേ ഉള്ളൂ എങ്കിലും തിരിച്ചു കൊണ്ടുവരുമ്പോൾ പഴയതെല്ലാം ഓർമ്മിക്കും. ആ കുഴിമാന്തി കൊണ്ടുവരുന്ന ആ സംസ്കാരത്തിൽ ഒരു ടൂളാവുക. ഇവിടെ തീവ്രവാദം പ്രസംഗിച്ചത് ആരൊക്കെയാണെങ്കിലും ശരി, അത് സക്കീർ നായിക് ആണെങ്കിലും ശരി, MM അക്ബർ ആണെങ്കിലും ശരി, അതല്ലാത്ത സുവിശേഷ പ്രസംഗികരാണെങ്കിലും ശരി, വളരെ നെഗറ്റീവായിട്ട് ആരുടെയെങ്കിലും തലയ്ക്കൊക്കെ വിലയിട്ട് RSSകാരനാണെങ്കിലും ശരി, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മഹായജ്ഞം. അത് ധന്യമാണ്. ഇതാണ് തിന്മ എന്നുള്ളതൊന്ന് അറിയിക്കുകയും നന്മയിലേക്കുള്ള വഴിയിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയുകയും പച്ചയ്ക്ക് റോട്ടിൽ പശുവിനെയും എല്ലാം അറുത്ത് പ്രതിഷേധം അറിയിക്കുന്ന നീചവും നിന്ദ്യവുമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് മായാതെ നിലനിർത്തിയാലേ ജനം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുള്ളൂ എന്നുള്ളതും ഓർമ്മിപ്പിക്കാൻ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മം വളരുമ്പോൾ അധർമ്മത്തെ നിലനിർത്തി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു മഹായജ്ഞത്തില് ഞാനും നിങ്ങളുമെല്ലാം ഒരു ഉപകരണമായി തീരട്ടെ. സോഷ്യൽ മീഡിയ എന്ന 11ാമത്തെ അവതാരത്തെ ഉപയോഗിക്കുക. എവിടെയെല്ലാം നമുക്ക് സംഘടിച്ച് നല്ല രീതിയിൽ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമോ ചെയ്തുകൊണ്ടേയിരിക്കുക. തിരിച്ചെന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാതെ പ്രവർത്തിക്കുക. ധാരാളം കോടിക്കണക്കിന് വ്യക്തികൾ ചെയ്യുന്നുണ്ട്. പ്രണാമം, നമസ്കാരം.